എന്തൊക്കെ കാര്യങ്ങൾ, ഒരു കാര്യം ഉറപ്പാണല്ലോ, ഈ കമ്പ്യൂട്ടറിനുള്ളിൽ കേൾക്കുന്ന കാര്യങ്ങളെ ഒരു ലിമിറ്റിൽ കൂടുതലാവുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലാകെ ഒരു കെയോസ് ആയിരിക്കുന്ന സിറ്റുവേഷൻ അനുഭവപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണ് വെച്ചത്, എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതായിട്ടുള്ള ഓർമ്മ കൊണ്ടുവരാനുള്ളതായിട്ടുള്ള എളുപ്പപ്പണി, ഒരു സ്ഥലത്ത് സാധനങ്ങൾ കൊള്ളുന്നതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, വേറെ ഒരു മുറി അല്ലെങ്കിൽ വേറൊരു അലമാരി എടുക്കും, ആ അലമാരിയുള്ളിലേക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് അടുക്കി വെക്കും. അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും അവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഓവർലോഡഡ് ആയിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കാര്യങ്ങളെ കുത്തി നിറയ്ക്കുമ്പോൾ അതിന് കാര്യങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് വേർതിരിച്ചെടുക്കാനുള്ളതായിട്ടുള്ള പ്രയാസം അനുഭവപ്പെടുന്ന അവസ്ഥയാവും. അങ്ങനൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്കൊരു കൊച്ചു ഡയറി, ഒരു പെന്ന്, അത് കഴിയുമെങ്കിൽ ഡയറിയും പെന്നാണെങ്കിൽ നല്ലതെന്നാണ് ഞാൻ പറയുക. കാരണം പലപ്പോഴും എൻ്റെ അനുഭവമുണ്ട്, ഒരുപാട് നമ്പറുകളൊക്കെ നമ്മുടെ മൊബൈലിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് അതിന് വേണ്ടതിനേക്കാൾ കുറച്ച് കൂടുതലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ആ സാധനം ഓട്ടോമാറ്റിക് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കും. ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സാധനങ്ങളാവുമ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ നിന്ന് മിസ്സായി പോയേക്കാം. അല്ലെങ്കിൽ ഒരു ടച്ച് ഫോണിൻ്റെ കാലഘട്ടമാണ്, ഒന്ന് ടച്ചിങ് മാറിപ്പോയാൽ പോയേക്കാം. ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയ ഞാൻ പറയുന്നതായ കുറച്ചൊക്കെ നമുക്ക് ആ ഒരു കയ്യിനും പെന്നിനും പേപ്പറൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള മെത്തേഡ് ഉണ്ടല്ലോ, കുറേയും കൂടെ നമുക്ക് കംഫർട്ട് തരും. അത് എന്തായാലും അത് നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ ഉണ്ടാവും, നമുക്ക് കിട്ടുന്ന ഒരു സാധനമായിരിക്കും. അതുകൊണ്ട് ബെറ്റർ ഐഡിയ ഒരു ചെറിയ ഡയറികൾ, അങ്ങനെയുള്ള പോക്കറ്റ് ഡയറി ഇപ്പോൾ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടുമല്ലോ, അങ്ങനെ ഒരു കൊച്ചു പോക്കറ്റ് ഡയറി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ പോക്കറ്റ് ഡയറിയും പെന്നും ഉപയോഗിച്ചുകൊണ്ട് എന്ത് കാര്യമാണോ വരുന്നത് അതിന് നമ്മൾ ഉടനെ ക്യാപ്ചർ ചെയ്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു കാര്യം ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത്, നമ്മൾ നേരത്തെ കൊണ്ടുവരാൻ മറന്നുപോയ, എടുക്കണമെന്ന് വിചാരിച്ച് എടുക്കാൻ വിട്ടുപോയൊരു കാര്യം, ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യാൻ വിട്ടുപോയൊരു കാര്യം, അല്ലെങ്കിൽ പറയണമെന്ന് വിചാരിച്ച് പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇങ്ങനെ പലതും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും.